നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു കല എന്നുപരി നമ്മൾ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ പലതും നമ്മൾ വിലയിരുത്താറുണ്ട്. പക്ഷെ അത് എപ്പോഴും ഒരു ഗ്രാഫാണ്. നമ്മൾ ഏതൊരു വലിയൊരു സ്റ്റാറിൻ്റെ ലൈഫ് നമ്മൾ എടുത്തുമ്പോൾ അയാൾ പല സമയത്തും അതൊരു ടോപ്പിൽ പുള്ളിക്കാരൻ എത്താറുണ്ട്. പിന്നെ വളരെ മോശമായ ഒരു അവസ്ഥയുണ്ട്, നാട്ടുകാരെല്ലാവരും കുറ്റം പറയുന്ന ഒരു അവസ്ഥയുണ്ട്, പിന്നെ അവരെല്ലാവരും പൊക്കി വയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ പലതുണ്ട്. ഇപ്പം ഞാൻ സിനിമ ആസ് എ കരിയർ ഇതുവരെ അങ്ങനെ ശക്തമായി ആ രീതിയിൽ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആവണം അല്ലെങ്കിൽ സ്റ്റാർ ആവണം എന്ന രീതിയിൽ ശക്തമായി ഞാൻ ഇതുവരെ പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോൾ ഒന്ന്, എനിക്കെൻ്റെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും ഉണ്ട്. അതിൽ ഒന്നായിരുന്നു എനിക്ക് സിനിമയല്ലാതെ പല ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളൊന്നായിരുന്നു ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ച എൻജിനീയറിങ്ങിൻ്റെ ബേസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ സാമൂഹ്യപരമായ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ആസ് എൻ ആക്ടർ ഇപ്പോൾ ഞാൻ വളരുന്നത് എങ്ങനെയാണ്, എനിക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടണം, ലൈഫായിട്ടുള്ള എക്സ്പോഷർ കിട്ടണം, ആൾക്കാരെ കുറേ പേരെ കാണണം, ജീവിതത്തെക്കുറിച്ച് കുറേ നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്നായിരിക്കും പല ക്യാരക്ടേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ പല മിക്സ്ചർ ഓഫ് ആഗ്രഹങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും ഒരു സംഗതിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല, ഒരു പർട്ടിക്കുലർ ഗോളിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തില്ല. എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ലൈഫിനെ അങ്ങനെ മൊത്തമായി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അതൊരു ഭയങ്കര വൈഡായിട്ട് ഒന്നിലേക്ക് പോയി എത്താത്തൊരു സംഭവം. അപ്പോൾ കാണുന്ന വ്യക്തിക്ക് ജിഷ്ണു എന്ത് ചെയ്യുന്നു എന്ന് ഇപ്പോൾ പുറത്ത് കാണുന്ന വ്യക്തി, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 7 കൊല്ലമായി ഒരു കമ്പനിയുടെ CEO ആയിരുന്നു. ഇന്ത്യ മൊത്തം പടർന്നു നിൽക്കുന്ന ഏകദേശം 3800ഓളം ബ്രാഞ്ചസ് ഉള്ള ഒരു കമ്പനിയുടെ CEO ആയിരുന്നു. ഏകദേശം അത് നമ്മൾ ചെയ്തത് ഗ്രാമങ്ങളിലേക്ക് IT എഡ്യൂക്കേഷൻ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ ഇ-കോമേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പല ഇ-കോമേഴ്സ് കമ്പനീസിന് നമുക്ക് ഓൺലൈനിലൂടെ പല സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ചീപ്പായി വാങ്ങിക്കാൻ പറ്റും, നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്ത പല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അല്ലേ. പിന്നെ അതുപോലെ ഒരു ലാപ്ടോപ്പ് ബ്രാൻഡ്, ഒരു ലാപ്ടോപ്പ് കമ്പനി നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല, വളരെ വലിയൊരു ദൗത്യമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 7 കൊല്ലം വേറൊരു കംപ്ലീറ്റ്ലി ഒരു ഫീൽഡിലേക്ക് എൻ്റെ ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ സിനിമ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര നല്ല ക്യാരക്ടേഴ്സും വന്ന് കിട്ടിയില്ലായിരുന്നു. നമ്മൾ എന്ന് പറഞ്ഞ സിനിമന് ശേഷം അങ്ങനെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ് അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ഒന്ന് ചക്രമുത്തിൽ ലോയി സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ എനിക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്താണ് സിനിമ ബന്ദ് എന്ന് പറഞ്ഞ് ഒരു കാര്യം വന്നിരുന്നു. ഒരു 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ ബന്ദ്. അപ്പോൾ ആ സിനിമ ബന്ദ് സമയത്തായിരുന്നു ഞാൻ എൻ്റെ ശ്രദ്ധ മൊത്തവും ഈ പറയുന്ന ആക്ടിവിറ്റിയിലേക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തനം, പിന്നെ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാനുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ അത് അങ്ങനെ തന്നെ പോയി. പിന്നെ അത് മാത്രമല്ല, ആ 4 മാസത്തിൻ്റെ ആ ഒരു ഇടവേളയ്ക്ക് എൻ്റെ ഏകദേശം 6-7 പടങ്ങളാണ് ക്യാൻസലായി പോയത്. കാരണം ഇത്രയും സമയം നമ്മൾ ഗ്യാപ്പ് വയ്ക്കുമ്പോൾ ആ പടം ഉണ്ടാക്കി വരുന്ന, കാരണം ഒരു പടം ഉണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ദൗത്യമാണ്. പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും, കാരണം ആക്ടേഴ്സ് എല്ലാവരെയും കൊണ്ടുവരണം, അതിൻ്റെ ടീമിനെ ഒരുമിച്ച് കൊണ്ടുവരണം, എന്നിട്ടാണ് ഒരു സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പണി മുടക്ക് വന്ന സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി, എല്ലാവരുടെയും ഡേറ്റ് പ്രശ്നമായി. പിന്നെ ഒരു പടം നടന്നു വരാനുള്ള ഒരു അവസ്ഥ വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്തില്ല. ഞാനിവിടെ ഇവിടെ ഇൻഫാക്റ്റ് ബാക്കി പല ആർട്ടിസ്റ്റ് എൻ്റെ കൂടെ തുടങ്ങിയ അന്ന് പുതുമുഖങ്ങളായി തുടങ്ങിയ പല ആർട്ടിസ്റ്റും അവർ സിനിമയിൽ തന്നെ നിന്നു, ഇവിടെ തന്നെ നിന്ന് അവരുടെ ശ്രദ്ധ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തു, അവരിങ്ങനെ വളർന്നു വന്നു. പക്ഷെ എൻ്റെ ആ സമയത്തുണ്ടായ ആക്ടിവിറ്റി സിനിമയിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എൻ്റെ കുറേ സ്വപ്നങ്ങൾ, പക്ഷെ അതൊക്കെ ചുറ്റി വളഞ്ഞ് വരുന്നത് അവസാനം സിനിമയിലേക്ക് തന്നെയാണ്. ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം, നമ്മുടെ എക്സ്പീരിയൻസ് ലൈഫിൽ അത് എത്രത്തോളം നമ്മൾക്ക് വളർത്താൻ പറ്റുമോ അത്രത്തോളം എനിക്ക് സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ ഇപ്പോൾ ഞാൻ ആദ്യം സിനിമയിൽ വന്ന് ആ ഒരു ചെറിയൊരു
ആ ഒരു സമയം, ആ സമയത്ത് ഞാൻ പബ്ലിക്കായിട്ടും നമ്മുടെ സമൂഹമായിട്ടും ഒക്കെ കട്ട് ഓഫ് ആയിപ്പോയി പെട്ടെന്ന്. കാരണം നമ്മൾ സിനിമയിൽ ഒരു സ്റ്റാർ എന്ന രീതിയിൽ വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് പബ്ലിക്കായിട്ട് അങ്ങനെ എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യാനും ആ ഒരു കാര്യങ്ങൾ എക്സ്പോഷർ കിട്ടാനും ഒരു വേറെ തന്നെ ഒരു സ്റ്റാർ എന്ന രീതിയിൽ നമ്മളങ്ങനെ ഒതുങ്ങിപ്പോവാണ് ഭയങ്കരമായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ജീവിതം പഠിക്കാനും അതിനെക്കുറിച്ച് എന്താ പറയുക നല്ലൊരു നടൻ എന്ന രീതിയിൽ വരാൻ എനിക്ക് തോന്നുന്നു സാധ്യത വളരെ കുറവായിട്ടായിരുന്നു എനിക്കന്ന് തോന്നിയിട്ടുള്ളത്. ഇൻഫാക്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടക്കത്തിലാണ് കോളേജ് കഴിഞ്ഞ പാട് നേരെ സിനിമയിലേക്ക് വരികയോ ചെയ്തത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അച്ഛനും അമ്മ എല്ലാവരും നമ്മളെ വളരെ സേഫായി നമ്മളെ എല്ലാ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഇതാണല്ലോ നമ്മുടെ ജനറേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരിക്കലും ജീവിതത്തെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനോ ഉള്ള ഓപ്പർച്യൂണിറ്റി ഒരിക്കലും കിട്ടുന്നില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം.